ഹലോ സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്ററിലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഇതാണ് ചാപ്റ്ററുടെ പേര്. അപ്പോൾ ഫസ്റ്റ് ഡെഫിനിഷനാണ്, അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ. അതിനു മുമ്പ് എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനറൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതായത് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേഴ്സൺസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുക, അവരുടെ ഇമോഷൻസ്, ഐഡിയാസ്, തോട്ട്സ് ഇതൊക്കെ മറ്റുള്ളൊരാളായിട്ട് ഷെയർ ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എക്സിസ്റ്റ് ചെയ്തു പോകാൻ കഴിയില്ല ആർക്കും. ഓക്കെ, അതാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ, അതായത് ബിസിനസ്സിലുള്ള ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു ഫേമിലുള്ള അവിടുത്തെ എംപ്ലോയീസോ അല്ലെങ്കിൽ വർക്കേഴ്സോ ഓണേഴ്സോ ആരും ആവട്ടെ, ആ ഒരു ഓർഗനൈസേഷനുമായി റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ തമ്മിൽ എന്താണ്, അവരുടെ കമ്പനിക്ക് വേണ്ടി പ്രോഫിറ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, ഐഡിയാസ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻസിൽ അവിടെയുള്ള വർക്കേഴ്സ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ കേസ് പറയാനുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഈ ഒരു ബിസിനസ്സിലെ, അതായത് ഒരു ലൈഫ് ബ്ലഡാണെന്നാണ് പറയുന്നത്. കാരണം ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്കേഴ്സ് തമ്മിൽ, സുപ്പീരിയർ സബോർഡിനേറ്റ്സ് തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവരെന്താ പറയണമെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ലൈഫ് ബ്ലഡാണ് ഒരു ബിസിനസ്സിൻ്റെ, അതാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക്, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതായത് വൈ കമ്മ്യൂണിക്കേഷൻ മാറ്റർ ഇൻ ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പോയിൻ്റാണ് ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി. അതായത് ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം അവിടെ എംപ്ലോയീസ് ഉണ്ടാകും, സബോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ആ ഒരു മാനേജറോ ആയിട്ടുള്ള ആൾ സബോർഡിനേറ്റ്സിനോട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ എന്താണോ പറഞ്ഞത് അത് മിസ്ലീഡ് ചെയ്ത് കണ്ട് അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു കേസിൽ കമ്മ്യൂണിക്കേഷൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം മാനേജർ നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് കാമായിട്ട് നമ്മുടെ ബിസിനസ്സിലുള്ള നമ്മളൊരു ഓർഗനൈസേഷനിലുള്ള സബോർഡിനേറ്റ്സിനോട് കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ എന്താണ് പറഞ്ഞത് എന്ന് ഇവർക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ആവാതെ കാര്യം മനസ്സിലാക്കിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയും അതേപോലെ എഫിഷ്യൻസിയും കൂട്ടാൻ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാവാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്കത് മനസ്സിലാക്കാനും ചെയ്യാനും നമുക്ക് പെട്ടെന്ന് കഴിയുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡ് പോയിന്റ്, സ്ട്രെങ്തനസ് ടീം കൊളാബറേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ കുറേ എംപ്ലോയീസ് ഉണ്ടാവും, സുപ്പീരിയേഴ്സ് ആയിക്കോട്ടെ, സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, വർക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അതായത് സബോർഡിനേറ്റ്സ് എന്നോ സുപ്പീരിയേഴ്സ് എന്നോ ഡിഫറൻസ് ഇല്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ക്യാരക്ടർ എന്താ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി പോയാൽ മാത്രമേ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടീം നമുക്ക് സ്ട്രോങ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ തന്നെ കഴിയുള്ളൂ. മേ ബി നമുക്കൊരു ഇൻഡിവിജ്വലായിക്കാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു ടീം വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീമിലുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവരെ അറിയില്ല, ഒരു ട്രസ്റ്റും ഉണ്ടാവില്ല, ഒന്നുമില്ലാതെ നമുക്ക് ഒരു ടീമായിട്ടുള്ള ആൾക്കാർ ടീമായിട്ടൊരു വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പ്രോപ്പറായിട്ട് പോവില്ല. അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ, ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു ട്രസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ തന്നെ ഉള്ളൂ നമുക്ക് ആ ഒരു കമ്പനിയിൽ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കവിടെ ടീം കൊളാബറേഷൻ സ്ട്രോങ് ആക്കാൻ പറ്റും. ദി തേർഡ് പോയിന്റ് ഈസ് എൻഹാൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതായത്
ഒരു കസ്റ്റമർ നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ക്ലിയർ ആയിട്ട് നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അവർ ഡൗട്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക. അവർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മളൊരു പ്രോപ്പറായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. അവർക്ക് നമ്മൾ പറയുന്ന സംഭവം മനസ്സിലാവണം. അത്ര നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. പിന്നെ പറയണത്, ആ ഒരു കസ്റ്റമർ നമ്മുടെ എന്ത് ഡൗട്ട് ചോദിക്കുകയാണെങ്കിലും അത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ, അവർ എന്താണോ ചോദിച്ചത് അതിനുള്ള കൃത്യമായിട്ടുള്ളൊരു ആൻസർ നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എങ്ങനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം? നമ്മളെ കമ്മ്യൂണിക്കേഷൻ വെച്ചാലേ അവർക്ക് നമ്മളെന്താ പറയുന്നത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു പറയുന്ന കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവണം. അപ്പോൾ നമ്മൾ നമുക്ക് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുള്ളൂ. കാരണം കസ്റ്റമേഴ്സാണ് അവിടെ നിന്ന് ഓരോ പ്രൊഡക്റ്റും വാങ്ങുന്നത്. അപ്പോൾ അവരെ നമ്മൾ സാറ്റിസ്ഫൈ ആക്കണം. അപ്പോൾ 4th പോയിന്റ്, സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇപ്പോൾ ഒരു സുപ്പീരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ടീം വർക്ക് ആകുമ്പോൾ ആ ഒരു ടീം ലീഡറിന് സ്വാഭാവികമായിട്ടും ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യണം. അപ്പോൾ നമ്മളത് സബോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, സുപ്പീരിയേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ അവരുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് പല എംപ്ലോയീസിൻ്റെയും ഇൻഫോർമേഷൻസ് അവിടെ വരികയാണ്. പല ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് വരുമ്പോൾ നമുക്ക് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ഡിസിഷൻ മേക്കിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത്രയും പേരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കുറേ ഒപ്പീനിയൻസ് കിട്ടിയിട്ട് നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിസിനസ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവ് ഇന്നോവേഷൻ. അതായത് ഇപ്പോൾ എന്താ പറയുക, ഈ പുതുതായിട്ടുള്ള എന്തെങ്കിലും ഒരു പുതിയ ഐഡിയാസ് നമുക്കിതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പുതുതായിട്ട് എന്തെങ്കിലും കോൺസെപ്റ്റോ ഐഡിയാസോ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് വഴി ഈ ഫീഡ്ബാക്ക് ഹെൽപ്പ് ചെയ്യും. ഈ ഫീഡ്ബാക്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മേ ബി അത് ഒറാലായിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അതിൽ ഈ കമ്മ്യൂണിക്കേഷനെ പറ്റി നമ്മളൊരു ഓർഗനൈസേഷൻ്റെ എന്തെങ്കിലും പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ ക്രിയേറ്റ് ചെയ്യാനോ എന്നൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ആ ഫീഡ്ബാക്ക് കിട്ടുന്ന വഴി ഓക്കെ ഇവർക്ക് ഇത്രത്തോളം ഇതിലൊരു പോരായ്മ വരുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുന്നതാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷനായി. ഈ കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് ഇത് കാര്യം അറിയാൻ സാധിച്ചത്. അപ്പോൾ അതാണ് ഡ്രൈവ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. The 6th point is improve crisis management. അതായത് ഒരു ബിസിനസ്, ഒരു ഓർഗനൈസേഷൻ വളരെ ഒരു ക്രൈസിസ് ആയിട്ടൊരു എന്താ പറയുക, ഒരു ഡിഫിക്കൽറ്റി സിറ്റുവേഷനിലാണ്, ഒരു ടൈമിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കാംനെസ് ആവുക. അതിനെ എങ്ങനെ താരതമ്യം ചെയ്യണം, അതെങ്ങനെ ഓവർകം ചെയ്യണം, നമ്മൾ എന്തൊക്കെ ആക്ഷൻസാണ്, അതായത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ടഫ് സ്റ്റേജിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമ്മളതിനെ എന്താ പറയുക തടയണം എന്നുള്ളതൊക്കെ ഒരു നമ്മൾ മറ്റുള്ള എംപ്ലോയീസിനോടായിട്ടൊക്കെ ഒരു ടീമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പലരുടെയും ഒപ്പീനിയൻസ് കിട്ടുമ്പോൾ നമുക്ക് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരികയാണ്. അപ്പോൾ അതിനുള്ളൊരു സോൾവായിട്ട് നമ്മളൊരു ക്രൈസിസ് നമുക്ക് സ്റ്റോപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് പറയണത്. നെക്സ്റ്റ്, ബിൽഡ്സ് എ സ്ട്രോങ് ബ്രാൻഡ് ഇമേജ്. അതായത് ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർ ആഡ്സ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഓൺലൈൻ മീഡിയ, അങ്ങനെ പല രീതിയിലോട്ട് അവർ പ്രൊമോഷൻ ചെയ്യും. അങ്ങനെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇതെങ്ങനെ ലൈക്ക് ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്, നമുക്കത് യൂട്യൂബ് പറയാം, ഇൻസ്റ്റഗ്രാം പറയാം, അപ്പോൾ ഫുൾ ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ ഓരോ പ്രൊഡക്റ്റിനെയും ഇങ്ങനെ റിവ്യൂ ചെയ്യണത്. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. കാരണം ഒരു ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഒരു ആഡ്, TV ഇതൊക്കെ വഴി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുകയാണ്. അവിടെയും കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. നമുക്കൊരു ടാഗ് ലൈൻ കാണാം, പരസ്യത്തിൽ ഓരോ ഇങ്ങനെ എന്താ പറയുക, ഓരോ പ്രൊഡക്റ്റിനെയും ഇങ്ങനെ ടാഗ് ചെയ്ത് കാണും, ഓരോ
ഒരു കോണ്ടന്റ് അവർ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതൊക്കെ തരം അപ്പോൾ നമുക്ക് ആ സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മനസ്സിൽ പതിയും. അപ്പോൾ അതൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു 7 പോയിന്റ്സ് ആട്ടോ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് 7 C's ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തേതാണ് ക്ലാരിറ്റി. അപ്പോൾ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിനോട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് നല്ല രീതിക്ക് ക്ലിയർ ആവണം. അവർക്ക് അതിൻ്റെ മേലിൽ പിന്നെ ഡൗട്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പറയണ കാര്യം ക്ലിയറോട് കൂടിയിട്ട് പറയണം. അതായത് നമ്മളിപ്പോൾ ഒരു ഒരാളായിക്കോട്ടെ സംസാരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ എഴുതിക്കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും അതൊരു ക്ലിയറോട് കൂടിയിട്ട് വേണം നമ്മൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. ക്ലാരിറ്റി ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം. അതാണ് ക്ലിയർ എന്ന് പറയണത്. രണ്ടാമത്താണ് കോൺസിയസ്നെസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പറയുന്ന കാര്യത്തെ വളരെ ചുരുക്കിക്കൊണ്ട് നമ്മൾ ബ്രീഫാക്കിക്കൊണ്ട് ആ ഒരു കാര്യം പറയാം. അതായത് ഇപ്പോൾ ഒരു 6 ലൈനുള്ള ഒരു സെൻറ്റൻസാണ്, 6 ലൈനുള്ള ഒരു കാര്യം നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ അതിനെ 3 ആക്കുക, വളരെ ബ്രീഫാക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയാൻ വന്ന കാര്യത്തെ ബ്രീഫാക്കിക്കൊണ്ട് ആ ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിൻ്റെ മീനിങ്ങിനെ നമ്മൾ ഒരിക്കലും ലോസ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണോ പറയാൻ വന്നത് ഉദ്ദേശിച്ചത് അത് നമ്മൾ ചെറുതാക്കുന്ന സമയത്ത് അതിൻ്റെ മീനിങ് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മീനിങ് ഒരിക്കലും മാറരുത്. സെയിം മീനിങ് തന്നെ അതിനെ വളരെ ഷോർട്ട് ആക്കിക്കൊണ്ട് ബ്രീഫ് ആക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് കൺസൈസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് കറക്റ്റ്നെസ്. അതായത് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ പോലും അതിൽ നമ്മൾ നല്ല രീതി കറക്റ്റായിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. നമ്മളൊരു ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളത് വളരെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് വേണം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ ഇതാണ് കറക്റ്റ്നെസ് എന്ന് പറയുന്നത്. നാലാമത്തത് കംപ്ലീറ്റ്നെസ്. അപ്പോൾ കംപ്ലീറ്റ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ 7 C's കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ മെയിനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ, അഡ്വർടൈസിങ്, മെമ്മോ, ഇതിലൊക്കെ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇമെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യലായിക്കോട്ടെ, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കംപ്ലീറ്റ്നെസ് കൊടുക്കണം. അതായത് അവർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. അവർക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനുള്ള ആൻസേഴ്സ് ഒക്കെ അതിൽ ഓൾറെഡി നമ്മൾ ചെയ്യണ കമ്മ്യൂണിക്കേഷനിൽ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടാവണം. അതായത് ഇൻഫർമേഷൻ നെസസറി ആവണം. നമ്മൾ പറഞ്ഞ കാര്യം അവർക്ക് അവിടെ ഓക്കെ ആവണം. അതുപോലെ തന്നെ അവർ ചോദിക്കണ അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് തോട്ടിലുണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഒക്കെ ഇതിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആവണം. അപ്പോൾ ഇതാണ് പറയുന്നത് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺക്രീറ്റ്നെസ്. അത് പറഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാംഗ്വേജ്, ജനറൽ ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടി അതിനെ പറ്റിയിട്ടുള്ള നമ്മൾ എന്താണ് ഇമെയിലാണോ അങ്ങനെ എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മളവിടെ യൂസ് ചെയ്യാം. നമ്മളൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് നമ്മൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ വിവിഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭയങ്കര കോൺക്രീറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് ഈ കോൺക്രീറ്റ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർട്ടസി. അപ്പോൾ കോർട്ടസി എന്ന് പറഞ്ഞാൽ മര്യാദ എന്നാണ് അർത്ഥം. അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മ്യൂച്വലി ഒരു മര്യാദയോടെ നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഭീഷണി രൂപത്തിൽ നമ്മൾ ടോൺ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഭീഷണി രൂപത്തിലോ വാണിംഗ് രൂപത്തിലോ ഒന്നും ആവരുത്. ഒരു മര്യാദയോടുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മര്യാദ വേണം. നമുക്ക് മ്യൂച്വലി ഒരു മര്യാദയോട് കൂടിയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആവണം. അതാണ് കോർട്ടസി എന്ന് പറയുന്നത്. ഏഴാമത്തത് കൊഹറൻസ്. കൊഹറൻസ് എന്ന് പറഞ്ഞാൽ ലോജിക്ക്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ
എന്താ വേറൊരു കാര്യം അതിലോട്ട് എടുത്തിടുക. നമ്മൾ ഇത്രയും നേരം ഒരു ടോപ്പിക്ക് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാണ്, പക്ഷെ പെട്ടെന്ന് ആ ഒരു ടോപ്പിക്കിലോട്ട് വേറെ ഏതോ ഒരു ബന്ധമില്ലാത്തൊരു ടോപ്പിക്ക് ഇവിടേക്ക് ഒരാൾ എടുത്ത് പറയുമ്പോൾ അവിടെ ഒരു ലോജിക്കില്ല. നമ്മൾ എന്ത് ടോപ്പിക്കാണോ പറയണത് അതെന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകുമ്പോഴാണ് അവിടെ ലോജിക്ക് വരുന്നത്. അല്ലാതെ ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കഥ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയാനുണ്ടെങ്കിൽ അവിടെ ലോജിക്കില്ല. അപ്പോൾ ഇതാണ് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓർ കീ കോമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതിൽ ഒന്നാമത്താണ് സെൻഡർ. അപ്പോൾ സെൻഡർ എന്ന് പറയുമ്പോൾ അതായത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ആരാണോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അയാളാണ് സെൻഡർ. ഇപ്പോൾ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ത്രൂ ഇൻ്റർനെറ്റ് വഴി നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻഡറാണ്, സെൻഡർ എന്ന് പറയുന്നത് എന്താ, ഒരു മെസ്സേജ് അയക്കുന്ന ആൾ, അദ്ദേഹത്തെയാണ് സെൻഡർ എന്ന് പറയണത്. അപ്പോൾ ഇവിടെ ആ ഒരു സെൻഡർ എന്ന് പറയുന്ന ആളാണ് സോഴ്സ്. അതായത് അയാളുടെ കയ്യിൽ നിന്നാണ് മെസ്സേജ് നമ്മളെ റിസീവർക്ക് പോകുന്നത്. അപ്പോൾ ആരാണോ മെസ്സേജ് അയക്കുന്നത് അവരെയാണ് സെൻഡർ എന്ന് പറയാം. രണ്ടാമത്തത് മെസ്സേജ്. അതായത് ആ ഒരു സെൻഡർ അയക്കണ മെസ്സേജ് ഒന്നെങ്കിൽ വെർബൽ ആയിക്കാണ്ടോ അല്ലെങ്കിൽ നോൺ വെർബൽ ആയിക്കാണ്ടോ ആയിരിക്കും ആ ഒരു മെസ്സേജ് ആ ഒരു റിസീവറിന് സെൻഡ് ചെയ്യാം. മൂന്നാമത്തത് എൻകോഡിങ്. അതായത് എൻകോഡിങ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സെൻഡർ ആ ഒരു റിസീവറിന് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് എന്ത് മെസ്സേജ് അയക്കണം, എങ്ങനെ അയക്കണം എന്നൊക്കെ ഓൾറെഡി അയാൾ ഒരു കൺക്ലൂഡിൽ എത്തിയിട്ടുണ്ടാവും. എങ്ങനെ അയക്കണം, എപ്പോൾ അയക്കണം, എന്ത് സബ്ജക്റ്റ് വെച്ച് അയക്കണം എന്നൊക്കെ ഓൾറെഡി അയാൾ ഒരു ഡിസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ അയാൾ അയക്കാൻ വിചാരിക്കുന്ന ആ ഒരു മാറ്ററിനെ അദ്ദേഹം ഒരു കോഡ് രൂപത്തിലോട്ടാക്കി മാറ്റുക. ആ ഒരു കോഡ് രൂപം എന്ന് പറയുന്നത് എന്തെങ്കിലും പിക്ചർ വൈസ് അല്ലെങ്കിൽ ഗ്രാഫ് വൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെസ്റ്റർ അല്ലെങ്കിൽ നോൺ വെർബലോ വെർബലായി കണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലോട്ട് അതിനെ കോഡ് ചെയ്തിട്ടായിരിക്കും, എൻകോഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു സെൻഡർ ഈ ഒരു മെസ്സേജ് റിസീവറിന് അയക്കുക. അതാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാനലാണ്. അപ്പോൾ ചാനൽ എന്ന് പറയുമ്പോൾ ആ ഒരു സെൻഡർ ആ ഒരു റിസീവറിന് ആ ഒരു മെസ്സേജ് സെൻഡ് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു ചാനൽ. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള രീതിക്കല്ല, ഒരു ഇൻ്റർനെറ്റ് വഴിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു ക്ലാസ് ലിസൺ ചെയ്യുന്നത് ബൈ യൂട്യൂബ് എന്നാണല്ലോ അല്ലേ. അതായത് നമ്മളൊരു ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആയിക്കാണ്ടൊന്നുമല്ല ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് അതായത് ഈ ഒരു സെൻഡർ വിചാരിച്ച ആ ഒരു മാറ്ററിനെ റിസീവർ അയാളിലോട്ട് ആ ഒരു മാറ്റർ എത്തി ആ ഒരു മാറ്റർ അയാൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റർ ഷെയർ ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്ത ആ ഒരു ചാനൽ, അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് റിസീവർ. അതായത് ഇവിടെ റിസീവർ എന്ന് പറയുന്നത് ഡീകോഡ്, മെസ്സേജിനെ ഡീകോഡ് ചെയ്യാണ് പറയണു. അതായത് നമ്മൾ സെൻഡർ എന്ന് പറഞ്ഞ ആൾ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആൾ, ആ ഒരു മെസ്സേജ് സ്വീകരിക്കുന്ന ആൾ ആരാണോ അവരാണ് റിസീവർ എന്ന് പറയണത്. അപ്പോൾ ഇവിടെ റിസീവർ എന്ന് പറയുന്നത് ഡീകോഡിങ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ മെസ്സേജിന് ശേഷം നമ്മൾ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് എൻകോഡ് ചെയ്ത് ഒരു കോഡ് ഉണ്ടാക്കി. അപ്പോൾ ആ ഒരു കോഡിനെ നമ്മളിവിടെ റിസീവറിൻ്റെ കയ്യിൽ ആ ഒരു മാറ്റർ കിട്ടിയതിന് ശേഷം അതിന് ആ ഒരു മാറ്ററിനെ എൻകോഡ് ചെയ്ത് വെച്ച ആ ഒരു മാറ്ററിനെ ഈ ഒരു റിസീവർ ഡീകോഡിലോട്ട് മാറ്റണം. ഡീകോഡിങ് എന്ന് പറഞ്ഞാൽ എൻകോഡ് ചെയ്ത ആ ഒരു മാറ്ററിനെ ഈ റിസീവറിന് മനസ്സിലാവണം എന്താണ് ആ ഒരു സെൻഡർ ഈ ഒരു എൻകോഡ് ചെയ്തത് വെച്ച് ഉദ്ദേശിച്ചത്. എൻകോഡിങ് എന്ന് പറയുമ്പോൾ ഒരു കോഡ് രീതിയിലോട്ടായിരിക്കും ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കോഡ് രീതിയിലോട്ടുള്ള മെസ്സേജിനെ ഈ ഒരു റിസീവറിന് മനസ്സിലാവണം. അതാണ് ഡീകോഡിങ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തത് ഫീഡ്ബാക്ക്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു റിസീവറിന് സെൻഡറിൻ്റെ കയ്യിൽ നിന്ന് മെസ്സേജ് വന്നു, ആ കിട്ടിയ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതാണ് ഫീഡ്ബാക്ക്. അപ്പോൾ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ റെസ്പോണ്ട് പറയുമ്പോൾ എന്താണോ അദ്ദേഹം അവിടെ സെൻഡ് ചെയ്തത് അതിനനുസരിച്ചുള്ള റിപ്ലൈസ് കൊടുക്കാം. അതിനാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്.
ഇതെന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു റിസീവറും ഒരു സെൻഡറും കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളൊരു പദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെൻഡറും റിസീവറും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. അപ്പോൾ അവർ ആ ഒരു റിലേഷൻഷിപ്പിനെ ഈ ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ ഇമ്പാക്റ്റ് ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ ഇതാണ് പ്രോസസ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു എലമെൻസും പ്രോസസ്സും അതുപോലെ തന്നെ കീ കോമ്പോണൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് സ്ട്രാറ്റജീസ് ഫോർ ഇംപ്രൂവിങ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. അതായത് ബിസിനസ്സിലെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ തന്ത്രങ്ങൾ നമ്മൾ ചെയ്യണം. ഇതിൽ ഒന്നാമത്തെ പോയിന്റാണ് ബി ക്ലിയർ ആൻഡ് കൺസൈസ്. അതായത് നമ്മളൊരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടെ വേണം നമ്മൾ പറയാൻ. അതിലൊരു കൺഫ്യൂഷനോ ഒന്നും വരാൻ പാടില്ല. നമ്മൾ എന്താണോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം അത് വ്യക്തമായിട്ട് നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്കത് വ്യക്തമായിക്കൊണ്ട് തന്നെ മനസ്സിലാവണം. അതുപോലെ തന്നെ നമ്മൾ ഈ ജാർഗൺ ആയിട്ടുള്ള വേർഡ്സ്, അതായത് ജാർഗൺ വേർഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വേർഡിന് പല മീനിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ജാർഗൺ വേർഡ്സ് അവിടെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ മേ ബി അത് ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം. ഏത് മീനിങ് ആണ് ഇവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ജാർഗൺ വേർഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് വേണം നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഓഡിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടി ക്ലിയറോട് കൂടിയിട്ട് വേണം ഒരു കാര്യം അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ. അപ്പോൾ കൺസൈസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്താണോ അത് വളരെ ബ്രീഫ് ആയിക്കൊണ്ട് അവരിലോട്ട് ആ ഒരു ഇൻഫോർമേഷൻ എത്തിക്കണം. ഈ ബ്രീഫാണ് സമയത്ത് അതൊരിക്കലും ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് മാറാൻ പാടില്ല. പക്ഷെ വളരെ ബ്രീഫ് ആയിക്കൊണ്ട് പെട്ടെന്ന് കഴിയുന്ന രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. രണ്ടാമത്തെ പോയിൻ്റാണ് ചൂസ് ദ റൈറ്റ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. അതായത് നമ്മൾ പറഞ്ഞു ഈ പല സിറ്റുവേഷൻസിലും നമ്മൾ പല സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഒഫീഷ്യലേക്കാണ്ട് ഒരു കാര്യം നമ്മൾ സബോർഡിനേറ്റ്സോട് പറയാനാണെങ്കിൽ അവിടെ അവിടുത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ത്രൂ ഇമെയിൽ. അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ സബോർഡിനേറ്റ്സിന് സുപ്പീരിയേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ചാനൽ എന്ന് പറയുന്നത് ഇമെയിലാണ് ആപ്റ്റ് ആവുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ക്വിക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ളൊരു മെസ്സേജ് നമുക്ക് റിപ്ലൈ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് മെസ്സേജിങ് ആണ്. അതുപോലെ തന്നെ നമുക്കിനി ഇപ്പോൾ കുറച്ച് ക്രൂഷ്യൽ ഡിസ്കഷൻസ് ഒക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ ഡിസ്കസൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ വീഡിയോ കോൾ ഡിസ്കഷൻസ്, ഇത്രയും മെത്തേഡ്സ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ചാനൽസൊക്കെയാണ് ഈ ഒരു ഇതിൽ സ്യൂട്ട് ആവുക. മൂന്നാമത്തെ പോയിൻ്റാണ് ഫോസ്റ്റർ എ കൾച്ചർ ഓഫ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ തുറന്നടിച്ച് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇപ്പോൾ എംപ്ലോയീസിനോടാണ് നമ്മൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യണത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നമ്മളോടും അങ്ങനെ ആയിരിക്കും. അതുമാത്രമല്ല നമ്മളൊരു ഫീഡ്ബാക്ക്, ഒരു റെഗുലർ ഫീഡ്ബാക്ക് അവരോട് തരാൻ വേണ്ടി കൽപ്പിക്കുക. അതായത് അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഫീഡ്ബാക്ക് കിട്ടുന്ന വഴി നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തുറന്നടിച്ച് മറ്റുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇമ്പ്രൂവ് ആവുക. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല അവിടെ ഉൾപ്പെടുന്നത്, ഒരു ആക്റ്റീവ് ലിസണിങ്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ എന്താണോ പറയണത് അതും അവർ പറയണത് ലിസൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഒരു ആക്റ്റീവ് ലിസണിങ് ആണെന്ന് പറയണം. നെക്സ്റ്റ് വൺ യൂട്ടിലൈസ് ടെക്നോളജി. അതായത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും സിമ്പിളാക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓർഗനൈസേഷനിലുള്ള പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ കൊളാബറേറ്റിംഗ് മെസ്സേജ് പ്ലാറ്റ്ഫോംസ്, അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസ് ടൂൾസ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ സിമ്പിളാക്കാൻ പറ്റും. അതുവഴി നമ്മുടെ കൂടെ ടീമിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് നമുക്കൊന്ന് നികത്താനും പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഓൺ ദ ടൈം എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾസ് വെച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാനും പറ്റും. നെക്സ്റ്റ് പോയിന്റ് പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്.
അതായത് നമ്മൾ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് എന്താണോ നമ്മൾ പറയണത് അത് അവർ കേട്ടിരിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ഓഡിയൻസ് എന്താണ് നമ്മളോട് പറയണത് അത് നല്ല രീതിയിലോട്ട് ആക്റ്റീവ് ലിസൺ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. വെറും നമ്മൾ സ്പീക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഓപ്പോസിറ്റ് ആൾ എന്ത് പറയണോ അത് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളത് കൂടി കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ ശ്രദ്ധാപൂർവ്വം അത് കേട്ട് നിൽക്കാം. അങ്ങനെ നമ്മൾ കേട്ട് നിൽക്കുമ്പോൾ അവർ പറയുന്ന അവർ ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് തോന്നൽ അവർക്കുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെന്താണോ പറയണത് അതിനനുസരിച്ചിട്ടുള്ള അത് നല്ല രീതിയിലോട്ട് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തുകൊണ്ട് അതിന് അഡാപ്റ്റ് ആയിട്ടുള്ളൊരു റിപ്ലൈ തന്നെ കൊടുക്കാം. അപ്പോൾ അതാണ് എന്തെന്ന് പറയണത്, പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ക്ലിയർ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ പറഞ്ഞു പല സിറ്റുവേഷൻസിൽ നമുക്ക് പല കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഒറാൽ ആയിക്കോട്ടെ, റിട്ടേൺ ആയിക്കോട്ടെ. അപ്പോൾ അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേസ് ഓൾറെഡി നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഓൾറെഡി എല്ലാത്തിനും വെക്കുക. അപ്പോൾ അതായത് ഇപ്പം ഫേസ് ടു ഫേസ് അതുപോലെ തന്നെ വീഡിയോ കോൾസ്, അങ്ങനെ നമ്മൾ അഡാപ്റ്റ് ആയിട്ടുള്ള എല്ലാത്തിനും ഓരോരോ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർമൽ കമ്മ്യൂണിക്കേഷന് ഇമെയിലാണ് നല്ലത്, അതുപോലെ തന്നെ ക്വിക്ക് എക്സ്ചേഞ്ചിൻ്റെ മെസ്സേജാണ്. അങ്ങനെ ഓരോന്നിനും നമ്മൾ ഓരോന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആകുമ്പോൾ പീപ്പിൾസിന് പെട്ടെന്ന് അവർക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് എസ്റ്റാബ്ലിഷ് ക്ലിയർ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻകറേജ് ഫീഡ്ബാക്ക്. അതായത് ഒരു സുപ്പീരിയർ അവരുടെ സബോർഡിനേറ്റ്സിനോട് റെഗുലർ അവരെ പറ്റിയുള്ള ആ ഒരു സുപ്പീരിയറിൻ്റെ ഒരു ഫീഡ്ബാക്ക്, സുപ്പീരിയർ എങ്ങനെയാണോ സബോർഡിനേറ്റ്സിനോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് തരാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത്. ഒരു ഫീഡ്ബാക്ക് തരാൻ പറയാം. അപ്പോൾ റെഗുലർ ആയിക്കൊണ്ട് ഈ ഒരു സബോർഡിനേറ്റ്സിൻ്റെ ആ ഒരു റിട്ടേൺ ഫീഡ്ബാക്ക് കിട്ടുന്ന സമയത്ത് അവരുടെ ഫീഡ്ബാക്ക് ആ ഒരു സുപ്പീരിയറിന് അയാൾ തന്നെ വിലയിരുത്താൻ പറ്റും. അതുപോലെ തന്നെ അയാൾക്ക് എന്തൊക്കെ പോരായ്മകളാണ്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ വരുത്തണം എന്നൊക്കെ ഈ ഒരു സബോർഡിനേറ്റ്സിൻ്റെ ഫീഡ്ബാക്കിൽ നിന്നും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിൻ്റാണ് ബി ട്രാൻസ്പെറൻറ്റ്. എന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയറിന് സബോർഡിനേറ്റ്സിനോട് എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ ഷെയർ ചെയ്യണ വഴി ആ ഒരു സബോർഡിനേറ്റ്സിന് അദ്ദേഹത്തിനോടുള്ള ആ ഒരു സുപ്പീരിയറിനോടുള്ള ട്രസ്റ്റ് കൂടാനും അതുപോലെ തന്നെ ആ ഒരു സർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു സുപ്പീരിയർ ആ ഒരു വർക്കുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അയാളോട് ട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അയാളുടെ ആ ഒരു ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വർക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ എംപ്ലോയീസും ഇയാൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യണ വഴി ഈ എംപ്ലോയീസും തിരിച്ച് അതുപോലത്തുള്ളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്യും. അപ്പോൾ ഇതാണ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്, വൂക്ക വേൾഡ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എടുക്കാം കേട്ടോ.